ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റിച്ചസ് ട്രാവൽ മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് നല്ല നാടൻ ഞണ്ട് കേട്ടോ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. ഗൈസ്, നമ്മളിതാ ഒരു ഞണ്ടിനെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പിടിക്കാം കേട്ടോ. ആദ്യത്തെ ഞണ്ടാണിത്. ഇത് നമുക്ക് പിടിക്കാം. ഇതാ നമ്മൾ ആദ്യത്തെ ഞണ്ടിനെ പിടിച്ചിട്ടുണ്ട്. കണ്ടില്ലേ? പിടിക്കുമ്പോൾ ചെളി കൂട്ടി പിടിക്കണം, അല്ലെങ്കിൽ കടി കിട്ടാൻ സാധ്യതയുണ്ട്. അടുത്ത ഞണ്ട് കിട്ടും. ഇതാ രണ്ടാമത്തെ ഞണ്ട്. ഇതാ ഇതിൻ്റെ ഉള്ളിലും ഒരു ഞണ്ടുണ്ട്. ഉണ്ടോ? കാണുന്നുണ്ടോ? ചെയ്യാം. ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ? ഇപ്പോൾ കണ്ടില്ലേ? കണ്ടോ? കണ്ടോ? ഇതുപോലെ ഞണ്ട് വൃത്തിയാക്കുക കേട്ടോ. അതിൻ്റെ തോട് കണ്ടോ? തോട് ഇതുപോലെ ഇളക്കി മാറ്റിയിട്ട് അത് നമുക്ക് ആവശ്യമില്ല കേട്ടോ. അത് കളയാം. ഇത് ഈ ഭാഗം മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. അപ്പം അവിടെ കണ്ടല്ലോ കുറേ വേസ്റ്റൊക്കെ ഉണ്ട്. അത് എന്താക്കുക, നല്ലോണം കഴുകി വൃത്തിയാക്കുക. എന്നിട്ട് എടുക്കാൻ പാടുള്ളൂ. നല്ല വേസ്റ്റൊക്കെ നല്ലോണം കളയണം. കണ്ടില്ല? അതുപോലെ കഴുകി നല്ല വൃത്തിയാക്കുക കേട്ടോ. ഇതുപോലെ ചെളി നല്ല രീതിയിൽ തന്നെ കളയണം കേട്ടോ. ചെളി അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് നല്ല വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് നല്ല രീതിയിൽ ചെളി കളയണം. എന്നിട്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഇതുപോലെ നല്ല വൃത്തിയാക്കിയിട്ട് ചെളി കളയാം കേട്ടോ. നമുക്ക് നല്ല നാടൻ ഞണ്ടായതുകൊണ്ട് അപ്പോൾ ചെളി ഇച്ചിരി കൂടുതലാണ്. കാരണം വയലിലൊക്കെ ആയതുകൊണ്ട് ചെളി കൂടുതലുണ്ട്. അതുകൊണ്ട് നല്ലോണം ചെളി കളയണം. ഓക്കെ, എല്ലാ ഞണ്ടുകളും കഴുകി കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ കുക്കിംഗ് ചെയ്യാം. ആവശ്യമായ സാധനങ്ങൾ: തക്കാളി, പച്ചമുളക്, സവാള. പച്ചമുളക് കണ്ടില്ലേ? നല്ല ഉണ്ട പച്ചമുളക് നമ്മുടെ പറമ്പിൽ തന്നെ ഉള്ളതാണ്. അപ്പം നമ്മളൊരു ചീനച്ചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം ഇത് ചീനച്ചട്ടി വെച്ച് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യുക. ചൂടായി കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ചൂടായി വരും. അപ്പോൾ നമുക്കിതിലേക്ക് സവാള ഇടാം. എന്നിട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം.
ഈ കുക്കിങ്ങിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാണ്ട്, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നൈസായിട്ടൊന്ന് അടിച്ചു പൊട്ടിച്ചേക്കുക കേട്ടോ. സവാള ഏകദേശം ആയെന്ന് തോന്നുന്നു. ഇതിലേക്ക് ഇനി തക്കാളിയും പച്ചമുളകും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം. നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ഞണ്ട് വരട്ടിയതാണ് കേട്ടോ. ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർക്കുക. അടുത്തത് കുറച്ച് മുളക് പൊടി. ഇത് രണ്ടും കൂടി ഇട്ട് മിക്സ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്യുക. തക്കാളിയും സവാളയും നല്ലോണം വാടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് പകുതി വേവിച്ച് വെച്ച ഞണ്ട് ഇതിലേക്ക് ഇടാം. അതിൻ്റെ ഗ്രേവി എല്ലാം ആഡ് ചെയ്യണം കേട്ടോ. ഞണ്ടിൻ്റെ തളും പിന്നെ പകുതി വേവിച്ച ഞണ്ടിൻ്റെ ഗ്രേവി മൊത്തത്തിൽ ആഡ് ചെയ്യുക. ഇതുപോലെ ഇത് ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ പിന്നെ ഇതിൻ്റെ അകത്ത് ഉപ്പ് ഇടാത്തത് എന്തെന്ന് വെച്ചാൽ ആ ഞണ്ട് വേവിച്ചതിൽ ഉപ്പിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഇതിൽ ആഡ് ചെയ്യാത്തത്. നമ്മൾ വഴറ്റിയ സവാളയും തക്കാളിയൊക്കെ വഴറ്റിയത് ഉപ്പിട്ടിട്ടില്ലായിരുന്നു. ആദ്യം ഞണ്ടിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ ആഡ് ചെയ്യാത്തത്. അവസാനം കുറച്ച് മസാലകളൊക്കെ ഒന്ന് ഞണ്ടിലൊന്ന് പിടിക്കാൻ വേണ്ടി കുറച്ച് നേരം വെക്കണം. അപ്പോൾ ഗ്രേവിയൊക്കെ ഒന്ന് കുറച്ച് വറ്റി വരണം കേട്ടോ, എന്നാലേ നമുക്ക് സെറ്റാവുള്ളൂ. അവസാനം ആ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്യാം. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, ഞങ്ങൾ ഷെഫുമാരൊന്നുമല്ല, അതുകൊണ്ട് പിന്നെ എന്താ പറയുക, നിങ്ങൾ വിചാരിക്കും ഇതുപോലെയാണ് ഞണ്ട് വെക്കുന്നതെന്ന്. ഞങ്ങൾക്ക് അറിയുന്ന പോലെ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഞണ്ട് വരട്ടിയത് ആയിട്ടുണ്ട്. ഇതൊക്കെ തവത്തിയിട്ടുണ്ട് കേട്ടോ ഏകദേശം. നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. അപ്പം ഞണ്ടിൻ്റെ കൂടെ നല്ല നാടൻ കപ്പയുണ്ട് കേട്ടോ. നമുക്ക് ടേസ്റ്റ് ചെയ്യാനുള്ള ടൈമാണ്. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് നമ്മുടെ ബ്രോയാണ് കേട്ടോ. ടേസ്റ്റ് നമ്മുടെ ബ്രോയാണ്. അപ്പോൾ അവൻ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറയും. കിടക്കാച്ചിയാണെന്നാണ് പറഞ്ഞത് കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയത് ഞങ്ങളെല്ലാവരും കൂടി ആട്ടോ ഉണ്ടാക്കിയത്. വലിയ കുഴപ്പമില്ലാണ്ട് വന്നിട്ടുണ്ട്. ഇതാ മൊത്തം തീർത്തിട്ടുണ്ട്, കപ്പയും ഞണ്ട് തീർത്തിട്ടുണ്ട്. വടിച്ചങ്ങ് അവൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നൈസായിട്ടൊന്ന് അടിച്ചു പൊട്ടിക്കുക. പിന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.